പഞ്ചാബിലും കർണാടകത്തിലും കോൺഗ്രസിൽ ആഭ്യന്തര കലാപം രൂക്ഷമാവുകയാണ്. പഞ്ചാബിൽ മുൻ മുഖ്യമന്ത്രി ചരൺജിത് സിംഗ് ചന്നിയും സംസ്ഥാന അധ്യക്ഷൻ അമരീന്ദർ സിംഗ് രാജ്വാറിങ്ങും തമ്മിലുള്ള തർക്കം പരിഹരിക്കാനാകാതെ വലയുകയാണ് ഹൈക്കമാൻഡ്. കർണാടകയിൽ മന്ത്രിസഭാ പുനഃസംഘടനയിൽ അതൃപ്തിയുമായി MLA-മാർ രാജ്യഭീഷണി മുഴക്കിയതോടെ DK ശിവകുമാർ വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. റിപ്പോർട്ടുകൾ. പഞ്ചാബിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ നേതാക്കൾ തമ്മിൽ മുഖ്യമന്ത്രി പദത്തെ ചൊല്ലി തർക്കം രൂക്ഷമാവുകയാണ്. മുൻ മുഖ്യമന്ത്രി ചരൺജിത് സിംഗ് ചന്നിയും സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷൻ അമരീന്ദർ സിംഗ് വാരിങ്ങും തമ്മിലാണ് പരസ്യപ്പോര്. 2027 നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ ചുമതല ചന്നിക്ക് നൽകിയതോടെയാണ് പാർട്ടിയിലെ ഭിന്നത പരസ്യമായത്. അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ചന്നിയെ പ്രഖ്യാപിക്കണമെന്നാണ് അദ്ദേഹത്തിന്റെ അനുയായികളുടെ പ്രധാന ആവശ്യം. എന്നാൽ തെരഞ്ഞെടുപ്പിന് മുൻപ് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കേണ്ട എന്ന് ഹൈക്കമാൻഡ് നിലപാടെടുത്തതോടെ അതൃപ്തിയിലാണ് ചന്നി ക്യാമ്പ്. ആഭ്യന്തര കലഹം സഹിക്കവയ്യാതെ പൊതുവേദിയിൽ സംസ്ഥാന അധ്യക്ഷൻ അമരീന്ദർ സിംഗ് വാരിങ് പരസ്യമായി പൊട്ടിക്കരഞ്ഞിരുന്നു. വാരിങ്ങിനെ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ ചന്നിയുടെ നേതൃത്വത്തിലുള്ള സംഘം കേന്ദ്ര നേതൃത്വത്തിന് മേൽ കടുത്ത സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. പഞ്ചാബിന്റെ ചുമതലയുള്ള ഭൂപേഷ് ബാഗലിനെതിരെ ബാഗൽ ഗോ ബാക്ക് പോസ്റ്ററുകൾ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും പ്രത്യക്ഷപ്പെട്ടിരുന്നു. അതേസമയം കർണാടക കോൺഗ്രസിലും പ്രതിസന്ധി രൂക്ഷമാണ്. മുഖ്യമന്ത്രി സ്ഥാനം DK ശിവകുമാറിന് കൈമാറിയതോടെ സിദ്ധരാമയ്യ ക്യാമ്പ് കടുത്ത അസംതൃപ്തിയിലാണ്. കഴിഞ്ഞ ദിവസം നടന്ന മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിലും സിദ്ധരാമയ്യ പങ്കെടുത്തിരുന്നില്ല. മന്ത്രിസ്ഥാനം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച 2 പ്രമുഖ MLA-മാരാണ് രാജ്യഭീഷണി മുഴക്കിയത്. എന്നാൽ വിമതർക്ക് മുൻപിൽ വഴങ്ങില്ലെന്നും വേണമെങ്കിൽ രാജി സ്വീകരിക്കുമെന്ന കടുത്ത നിലപാടിലാണ് മുഖ്യമന്ത്രി DK ശിവകുമാർ. കൈരളി ന്യൂസ്, ദില്ലി.